എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? കാശ്മീരുടെ ഇൻട്രോ പ്രാസൊക്കെ ഒപ്പിച്ച് ഗംഭീരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നും പ്രശ്നമൊന്നുമില്ല. പക്ഷേ പറയുമ്പം ചില വസ്തുതകളും കൂടി അറിഞ്ഞു പോകേണ്ടത്. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി, ഇവനിതിൽ എന്തോ കൈയുണ്ട്. എന്നിട്ട് വേനൽക്കാലമായാൽ വൈദ്യുതി ഉപഭോഗം വർദ്ധിക്കും എന്ന് അറിയാത്തവരല്ല KSEBക്കാർ. മാത്രമല്ല ഇത് ഒരു ഇലക്ഷൻ ഇയറും കൂടിയാണ്. സ്വാഭാവികമായും എത്ര വലിയ പ്രതിസന്ധി ഉണ്ടായാലും ആ പ്രതിസന്ധിയൊക്കെ പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി തന്നെയാണ് KSEB ഈ വേനൽക്കാലവും വരവേറ്റത്. പക്ഷെ വേനലിന്റെ കടുപ്പമോ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമല്ലാതെ അപ്രതീക്ഷിതമായി ഒരു വൈദ്യുതി ഉപഭോഗ വർധനവ് വന്നാൽ KSEB അല്ല ആർക്കും പരിഹരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ഇത് ഞാൻ വിശ്വസിക്കണല്ലേ? നടക്കട്ടെ നിന്റെ ചുറ്റിക്കളി. 5% വർധന ഉണ്ടാവും എന്ന കരാറിൽ എവിടെയും ഒപ്പിട്ട് പോകുന്നില്ല. പറഞ്ഞു തീരുന്നതുവരെ അനുവദിക്കുന്നില്ലെങ്കിൽ പിന്നെ ചർച്ചയ്ക്ക് വിളിക്കരുത്. നീർക്കോലിക്കും സിൽക്കാരും പറഞ്ഞു തീരുന്നവരെ അനുവദിക്കുന്നില്ലെങ്കിൽ ചർച്ചയ്ക്ക് വിളിക്കരുത്. നിങ്ങൾ പറയുന്ന സാധനങ്ങൾ മുഴുവൻ കേൾക്കുകയും ഞങ്ങൾക്ക് പറയാൻ അനുവാദം തരുന്നില്ലെങ്കിൽ ചർച്ചയ്ക്ക് വിളിക്കരുത്. അല്ലെങ്കിൽ പറയൂ, ഞാൻ പറയുന്നത് ഈ 5% കൂടാവുന്ന ആരും എവിടെ ഉറപ്പ് ആരംഭിച്ചു. ഇനി പറഞ്ഞിട്ട് കാര്യം നമുക്ക് വേറെല്ലാം പറയാം. അല്ല, അത് ഞാൻ പറയട്ടെ, 5% വെച്ച കൂടാവുന്നല്ല. നമ്മൾ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് ഏത് ആസൂത്രണം നടത്തുക. അല്ലാതെ നമുക്ക് 10% അല്ലെങ്കിൽ 15% കൂടും എന്ന് പറഞ്ഞിട്ട് ആസൂത്രണം നടത്തി അവിടെ വരുന്ന അധിക ചെലവ് മുഴുവൻ സാധാരണ ജനങ്ങൾ തന്നെയല്ലേ വഹിക്കേണ്ടത്. ഞങ്ങൾ അസ്വസ്ഥരാണ്. ഈ വ്യവസ്ഥയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. ആസൂത്രണം എന്ന് പറഞ്ഞാൽ നമുക്ക് വരാവുന്ന പരമാവധി സാധ്യത എത്രയാണോ ആ സാധ്യത കണ്ട് ആസൂത്രണം ചെയ്യാം. തള്ളി ഇവിടം വരെ കൊണ്ടുവന്നില്ലേ, ഇനി തള്ളല്ലേ താങ്ങും. ഇലക്ഷൻ ഇയർ കൂടിയാണ് എന്ന് കണ്ടുകൊണ്ട് 5900 6000 മെഗാവാട്ട് ആയാലും പ്രശ്നമില്ലാത്ത രൂപത്തിൽ ആസൂത്രിതമായി തന്നെയാണ് വൈദ്യുതി ബോർഡ് ഈ വേനൽക്കാലത്തെ കണ്ടത്. ഫെബ്രുവരി 28-ാം തീയതി ട്രംപ് ഇറാനിൽ ആക്രമണം നടത്തുമെന്നും ഇവിടെ ഈ വൈദ്യുതി ഉപഭോഗം കൂടുവാൻ അറിയാനുള്ള പ്ലാനിംഗ് എന്താണ് ഇല്ലാത്തത്? ഇതിനുള്ള മറുപടി പറയാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല, പക്ഷേ സമയമില്ല. ഞാനിപ്പോ തന്നെ ചർച്ച ചെയ്യുന്നു പോകും. ഞാൻ പറഞ്ഞു തീർന്ന് അനുവദിക്കുന്നില്ലെങ്കിൽ ഞാൻ ചർച്ച ചെയ്യുന്നു പോകും. താങ്കൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. പറയാനുള്ളൂ. ഇല്ല, താങ്കൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ താങ്കൾ പറയുന്നതിലെ പൊള്ളത്തരം ചൂണ്ടിക്കാണിക്കുകയാണ്. അധികം കയറി വിലസണ്ട, ഇത് വലിയ ശല്യമായിരുന്നു. ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സമയം വേണം. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചർച്ച ചെയ്യാം. നമ്മൾ 1.5 മണിക്കൂർ ചർച്ച ചെയ്യുന്നതിന്റെ അകത്ത് ഒരു 10 മിനിറ്റ് ആദ്യം എനിക്ക് തന്നു പോയാൽ ഒന്നും സംഭവിക്കില്ല. എന്തിനാണോ ഇവരൊക്കെ അകത്തോട്ട് പറഞ്ഞു വിടുന്നത്? അവിടുന്ന് എന്തെങ്കിലും കൊടുത്ത് പറഞ്ഞു വിട്ടുകൂടെ? പറയൂ താങ്കൾ. ഞാൻ താങ്കൾ പറയുന്നതിലെ ചൂണ്ടിക്കാണിക്കുകയാണ്. നിർത്തണമെങ്കിൽ നിങ്ങൾ നിർത്തി. ഇപ്പൊ ഇവിടെ വെച്ച് നിർത്തിക്കോ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ ഈ സാധനം അഴിച്ചു വെച്ചിട്ട് ഇവിടുന്ന് പോയിക്കോളാം. കഴിഞ്ഞ ഫെബ്രുവരി മാസം വരെ കേരളത്തിൽ ആകെ വിൽക്കപ്പെട്ടിട്ടുള്ള ഇൻഡക്ഷൻ സ്റ്റൗകളുടെ എണ്ണം എന്ന് പറയുന്നത് 12 ലക്ഷം സ്റ്റൗകളാണ്. കഴിഞ്ഞ ഒരൊറ്റ മാസം കൊണ്ട് വിൽക്കപ്പെട്ടിട്ടുള്ളത് അഡീഷണൽ ആയി 12 ലക്ഷം. ഞാനീ പറയുന്ന കേട്ടാത്തൊന്നും ഞാനിതൊന്നും കാണുകയും കേൾക്കുകയും ചെയ്യുന്നില്ല. ഇപ്പം കേരളത്തിലെ ഗ്രിഡിൽ കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള സ്റ്റൗവിന്റെ എണ്ണം 24 ലക്ഷമാണ്. ഒരു സ്റ്റൗ എന്ന് പറഞ്ഞാൽ 1000 വാട്ട് മുതൽ 2000 വാട്ട് വരെയാണ്. ഇത് ഉണ്ടാക്കുന്ന ലോഡ് എന്ന് പറഞ്ഞാൽ 2400 വാട്ടാണ്. ഭയങ്കരം തന്നെ. 2400 മെഗാവാട്ടാണ്. അത്ര വലിയ ഇമ്പാക്ട് ഉണ്ടാക്കുന്നതിൽ ഒരുമിച്ചല്ല ഇത് മുഴുവൻ ഗ്രിഡിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് എന്നതുകൊണ്ടാണ് ഏകദേശം 500 മെഗാവാട്ടിന്റെ ഇമ്പാക്ട് ഈ ഇലക്ട്രിക് സ്റ്റൗ മാത്രം വൈദ്യുതി ഗ്രിഡിൽ ഉണ്ടാക്കിയതിന്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ള പ്രതിസന്ധിയാണ്. നിന്നെ സമ്മതിക്കണം. നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നുണകൾ വരുന്നത്? ഒരു പ്രതിസന്ധി നിപ്പ പോലെ, കോവിഡ് പോലെ, പ്രളയം പോലെ പെട്ടെന്ന് നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയാത്ത ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോ ഇതിന്റെ മുകളിൽ കഥാപ്രസംഗം നടത്തി ആളുകൾ പരിഭ്രാന്തരാക്കുക അല്ല. ഞങ്ങളെ ഇവർ മണ്ടന്മാരാക്കരുത്. ഞങ്ങളും കഞ്ഞിയുടെ വെള്ളം കുടിച്ചാൽ കഴിയും. ഇവിടെ ഇത്രയും EVS ചാർജിംഗ് ഉള്ള കാര്യം അറിയാം, ഇത്രയും AC ഉള്ള കാര്യം അറിയാം, ഇത്രയും BPL വീടുകൾ AC ഉള്ള കാര്യം അറിയാം, കൺസംഷൻ പാറ്റേൺ അറിയാം. 3 മാസത്തെ ഷോർട്ട് ടൈം പർച്ചേസ് അടക്കം ചെയ്യാമായിരുന്നു. ഒന്നും ചെയ്യാതെ കഥാപ്രസംഗം ഒന്ന് അധിക്ഷേപിക്കല്ലേ സാറേ? സ്വന്തം കഴിവുകേട് മറയ്ക്കാൻ ഉപകരണങ്ങളിൽ പരിചാരിക്കാം. മറ്റു ഉപകരണങ്ങളൊക്കെ കണക്കിലെടുത്ത് അതൊക്കെ വന്നാലും ആവശ്യമായ വൈദ്യുതി എത്ര വേണം എന്ന് കണക്കാക്കി അതിനനുസരിച്ചുള്ള ആസൂത്രണം KSEB ചെയ്തിട്ടുണ്ട്. താങ്കളുടെ ഇൻട്രോയിൽ പറഞ്ഞതിനെ കുറിച്ചിട്ട് എൻ്റെ മുമ്പിൽ TV ഇല്ല. ഈ സുരേഷ് കുമാർ ആരാണെന്ന് എഴുതി കാണിക്കുന്നതൊന്നും എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. പേര് മാത്രം പറഞ്ഞത് മാത്രമേ എനിക്ക് അറിയുള്ളൂ. അദ്ദേഹത്തിൻ്റെ സംസാരം കേട്ടപ്പോൾ അദ്ദേഹം ഇത്രയധികം വാചാലനാകുമ്പോൾ, അദ്ദേഹം ഇത്രയധികം ചൂടാവുമ്പോൾ, ഇത് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറുമായി താങ്കൾ സംസാരിക്കരുത്. മനസ്സിലായില്ല. മനസ്സിലാക്കാൻ എന്റെ പാർട്ടിക്കാരെ പോലെ തന്നെ നിനക്കും കുറച്ച് ടൈം എടുക്കും. ജനങ്ങളുടെ നികുതി പണം കൊണ്ട് നടത്തുന്ന ഒരു സ്ഥാപനമാണ് KSEB. ആ KSEBയെ വിമർശിക്കാൻ മാധ്യമ പ്രവർത്തകർക്കും അതുമാതിരി ഇത്തരം ചർച്ചകളിൽ പങ്കെടുക്കുന്നവർക്കും അവകാശമുണ്ട്. പറഞ്ഞത് കേട്ടോടാ, അന്തസ് വേണോടാ, അന്തസ്. നിങ്ങൾ നിരത്തുന്ന ന്യായങ്ങളാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ നിങ്ങളും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്?
ഈ 10 വർഷം കൊണ്ട് അല്ലെങ്കിൽ ഈ ഇലക്ട്രിസിറ്റി ബോർഡ് സ്ഥാപിതമായ കാലം തൊട്ടിട്ട് ഇന്ന് വരേക്കുള്ള ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്ന ഒരു ഉദ്യോഗസ്ഥ വൃന്ദത്തെ സൃഷ്ടിക്കാനല്ലാതെ ഈ KSEB കൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് എന്ത് ഉപകാരമാണ് ഉണ്ടായിട്ടുള്ളത്? മറ്റ് സംസ്ഥാനങ്ങളിൽ ഒരു മാസം ഒരു 4 അംഗ കുടുംബം അടയ്ക്കുന്ന വൈദ്യുതി ചാർജും കേരളത്തിലെ ജനങ്ങൾ അടയ്ക്കുന്ന വൈദ്യുതി ചാർജും ഒന്നാണോ ശ്രീ സുരേഷ് കുമാർ? അല്ല. എന്നിട്ട് നിങ്ങൾ പറയുന്ന വർദ്ധിപ്പിക്കുന്ന എല്ലാവിധ സെസ്സും അതുമാതിരി തന്നെ എന്നാ പറയേണ്ടത്, നിങ്ങളിടുന്ന ഓമന പേരിട്ടുകൊണ്ട് നിങ്ങൾ വർദ്ധിപ്പിക്കുന്ന എല്ലാ ചാർജും ഞങ്ങൾ അടയ്ക്കുമ്പോൾ ഞങ്ങൾക്ക് ആവശ്യമുള്ള വൈദ്യുതി നൽകാൻ ബാധ്യസ്ഥരായവർ ഇത്തരത്തിലുള്ള സ്റ്റുപ്പിഡ് ആർഗ്യുമെന്റ്സ് പറയുന്നത് അങ്ങേയറ്റം കഷ്ടമാണ്. ഞാനിവിടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. എനിക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയോടും വിധേയത്വമില്ല. എന്റെ ഉള്ളിലുണ്ട് സത്യവും ധർമ്മവും നീതിയും ദാഹിക്കുന്ന ഒരു ആര്യാടൻ മുഹമ്മദ് ആയാലും ഉമ്മൻചാണ്ടി സർക്കാരായാലും ഇത്തരത്തിൽ 4 രൂപ 25 പൈസയ്ക്ക് ഒരു കരാർ ഒപ്പിട്ടത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ക്യാൻസൽ ചെയ്തത്? ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എനിക്കത് ഓർമ്മയില്ല. എന്നിട്ട് നിങ്ങൾ അത് ക്യാൻസൽ ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇനി വൈദ്യുതി കിട്ടണമെങ്കിൽ 10 രൂപയ്ക്ക് മുകളിൽ നൽകണമെന്നുള്ള ബോധം വന്നപ്പോൾ ആ കരാർ പുതുക്കാൻ നിങ്ങൾ ശ്രമം നടത്തിയത് തന്നെ ആ കരാറിന്റെ എത്രത്തോളം പ്രാധാന്യമുള്ള ഒരു കരാറായിരുന്നു എന്നുള്ളതിന് തെളിവല്ലേ? നീയൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ തടി മണ്ണോ മാത്രം പോരാ, മൂള വേണം, മൂള. റെഗുലേറ്ററി കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് എന്താ? ഇത്തരം ഒരു പ്രതിസന്ധി വരും എന്നുള്ളതിന് യാതൊരുവിധ മുൻഗണനയും നൽകിയിട്ട് കൊണ്ടിട്ടുള്ള മുൻകരുതൽ ഈ ഇലക്ട്രിസിറ്റി ബോർഡ് എടുത്തിട്ടില്ല എന്നല്ലേ എന്ന് റെഗുലേറ്ററി കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത്. മറന്നിട്ടൊന്നുമില്ല. അയ്യോ എന്ന് ഞാൻ ഓർക്കണില്ല, നീ ഓർക്കുകയല്ലേ. 12 വർഷത്തോളം ഗൾഫിലുണ്ടായിരുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. വൈദ്യുതി പവർ കട്ടും അല്ലെങ്കിൽ വൈദ്യുതി ഫെയിലിയറും ഇല്ലാത്ത ഒരു രാജ്യവുമില്ല, ഒരു നാടുമില്ല. പക്ഷെ ഇവിടെ അത് ഞങ്ങൾ അങ്ങനെയല്ല. 10 വർഷം ഇവിടെ പവർ കട്ടില്ലാത്ത 10 വർഷം ഞങ്ങൾ ഇത് സമ്മാനിച്ചു. ജലവൈദ്യുത പദ്ധതികളുടെ അറ്റകുറ്റപ്പണിയെ തീർക്കാൻ വയ്യാത്ത നിങ്ങൾക്കാണോ ദീർഘവീക്ഷണമുണ്ട് എന്ന് ഞങ്ങൾ സമർത്ഥിക്കേണ്ടത്? സോളാർ വൈദ്യുത പദ്ധതികൾ കർണാടകവും തമിഴ്നാടും പ്രോത്സാഹിപ്പിക്കുന്നതുമായി കേരളത്തിലെ KSEB പ്രോത്സാഹിപ്പിക്കുന്നില്ല. 48 ദിവസമായി എൻ്റെ വീട്ടിലെ ഈ പണി കഴിഞ്ഞിട്ട് ഈ പുരപ്പുറ സോളാർ പദ്ധതിക്ക് ഞാനിരുന്ന് ഈ സംസാരിക്കുന്ന വീട്ടിലെ അവിടെ ഒരു മീറ്റർ കൊണ്ടുവന്ന് വെക്കാൻ വേണ്ടിയിട്ട് മീറ്റർ കൊണ്ടുവന്ന് വെച്ചാലേ അത് ഉപയോഗപ്രദമായിട്ട് ആ വൈദ്യുതി KSEBക്ക് എടുക്കാൻ സാധിക്കുള്ളൂ. അതിനെന്താ മീറ്റർ ഇല്ല. എല്ലാം ഇയാൾക്കറിയാം, ശരിയല്ലടോ? അതെ അതെ ശരിയാണ്. എന്നും ഇലക്ട്രിസിറ്റി ഓഫീസിൽ ഞങ്ങൾ 4 കുടുംബാംഗങ്ങൾ ഇവിടെ 4 കുടുംബങ്ങൾ ഒരുമിച്ചാണ് അത് ചെയ്തത്. 4 കുടുംബങ്ങൾ ചെല്ലുന്നുണ്ട്. ഇന്ന് പറയും എന്തെന്ന് മീറ്റർ ഇല്ല. മീറ്റർ വന്നു കഴിഞ്ഞാൽ പറയും അത് അലോട്ട്മെന്റ് കഴിഞ്ഞു. ഇതാണോ നിങ്ങളുടെ പുരപ്പുറ സോളാർ വൈദ്യുത പദ്ധതിയെ പ്രോത്സാഹിപ്പിക്കാൻ? ഇവിടെ നിങ്ങൾ ഹൊറിസോണ്ടലായിട്ട് അതായത് ടെറസിൽ അല്ലെങ്കിൽ പുരപ്പുറത്ത് മാത്രമേ അത് വെക്കാൻ സമ്മതിക്കുന്നുള്ളൂ. തീർന്നിട്ടില്ല, ബാക്കി വന്നിട്ട് തരുന്നുണ്ട്. കർണാടകത്തിൽ ഈയിടെ ഞാൻ പോയപ്പോൾ അന്തം വിട്ടു. അവിടെ വെർട്ടിക്കൽ ചുമരുകളിൽ പോലും സോളാർ പാനലുകൾ സ്ഥാപിച്ചുകൊണ്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള ശ്രമം നടത്താൻ ജനങ്ങൾക്ക് പ്രോത്സാഹനം നൽകുമ്പോൾ ഇവിടെ ടെറസിൽ മാത്രമേ അത് പാടൂ. അത് നിങ്ങൾ പറയുന്നത് മാതിരി ചെയ്യണം. അല്ലെങ്കിൽ ഈ ബുദ്ധി ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ടെന്താലേ? ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതിന് നിങ്ങൾക്കൊരു മീറ്റർ വെച്ചുകൊണ്ട് ആ വൈദ്യുതി സ്വീകരിക്കാൻ വേണ്ടുന്ന നടപടികൾ പൂർത്തിയാക്കാൻ പറ്റുന്നില്ല. തന്റെ കാര്യം ഞാൻ ഏറ്റു, ഏറ്റു സംശയിക്കില്ല, ഞാൻ ഏറ്റു. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ? ശരി.